എല്ലാവർക്കും യസം ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഒരു സാധനം, അതായത് ചക്കക്കുരുവിൻ്റെ പോള. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുക, നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ പപ്പടമൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കില്ലേ, അതുപോലെ നമ്മൾ ചക്ക വറുത്തതും ഒക്കെ കഴിക്കണ പോലെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിന് ഈ പോളയാണ് നമ്മൾ എടുക്കുന്നത്. ചക്കക്കുരുവിൻ്റെ എത്ര ചക്കക്കുരു ഉണ്ടോ ആ ചക്കക്കുരുവിൻ്റെയൊക്കെ പോള നമ്മൾ എടുക്കുക. ഇതുപോലെ കുരുവൊക്കെ കറി വെക്കാനായിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ പോള മാത്രം മതി. നമ്മളിതൊക്കെ വെറുതെ വലിച്ചെറിയുന്നൊരു സാധനമാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ മുളക് പൊടി, എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുക കേട്ടോ. നന്നായി ഉണങ്ങി വരണം. ഉണങ്ങിയില്ലെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞു പോവും എണ്ണയിൽ കിടന്നിട്ടേ. അപ്പം നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉണങ്ങാറായിട്ടുണ്ട്. രാവിലെയാണ് വെച്ചത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ ഇതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് വറക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ അതിടുക, നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി ആരും ഈ പോള കളയരുത്. നല്ല ടേസ്റ്റാണ്. വെറുതെ ഇരുന്ന് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.